ആലപ്പുഴ പുലിയൂർ ഗ്രാമപഞ്ചായത്തിൽ അതുപോലെ തന്നെ മലപ്പുറം കോഡൂർ ഗ്രാമപഞ്ചായത്തിലടക്കം ആളുകൾ ഈ പറയുന്ന 10 മണി ആ ഒരു സമയത്തല്ല എത്തിച്ചേർന്നത് എന്നൊരു വിവരമുണ്ട്. നിങ്ങൾ എത്ര സ്ഥലത്ത് പോയി? ഒരു 10-12ഓളം പഞ്ചായത്തുകൾ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ റിപ്പോർട്ടർമാർ മനസ്സിലാക്കേണ്ടത് LSTD എന്ന വകുപ്പിൻ്റെ അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജീവനക്കാരുടെ ജോലിയുടെ പ്രത്യേകത കൂടി മനസ്സിലാക്കണം. ഓരോ ജോലിക്കും ഓരോ പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഡെസ്കിൽ ജോലി ചെയ്യുന്നവരെ പോലെയല്ല. ഡെസ്കിൽ നിങ്ങളുടെ ഷിഫ്റ്റിൽ കൃത്യസമയത്ത് എത്തണം, അല്ലേ? അവർക്ക് അവിടെ പോയി കസേരയിൽ ഇരുന്നാൽ മതി. നിങ്ങൾക്ക് അങ്ങനെ ഇരുന്നാൽ മതിയോ? ഇതിനേക്കാൾ നല്ല ഉദാഹരണം വേറെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ബ്യൂറോയിലെ ഇപ്പോൾ സമയം എത്രയായി? 8:15. നിങ്ങളിരിക്കുന്നത് നിങ്ങളുടെ ഓഫീസിലെ കസേരയിലല്ല, എൻ്റെ ഓഫീസിലെ കസേരയിലാണ് ഇരിക്കുന്നത്, അല്ലേ? നിങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്. അങ്ങനെയാണ് LSTDയിലെ ജീവനക്കാരും ചെയ്യുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർ അയാളുടെ കസേരയിൽ നിന്ന് അനങ്ങാതിരുന്നാൽ എങ്ങനെ ഇരിക്കും? ഓവർസിയർ സ്വന്തം കസേരയിൽ നിന്ന് അനങ്ങില്ല, അങ്ങനെ അയാൾ കാര്യങ്ങൾ വല്ലതും നടക്കുമോ? അപ്പോൾ അത് മനസ്സിലാക്കണം. അത് ഒന്ന് റിപ്പോർട്ടർമാരോട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം പോകാൻ എന്നൊന്ന് പറയുന്നത് നല്ലതാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയണം. പോകുന്നതിൽ തെറ്റില്ല, ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നതിനും തെറ്റില്ല. അതിൽ നിന്ന് സർക്കാരിന് സഹായകരമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങൾ സ്വീകരിക്കും. പക്ഷേ പോയിട്ട് നിങ്ങൾ ആ രേഖ എടുക്കൂ, രജിസ്റ്റർ ഒന്നെടുത്ത് കാണിക്കൂ എന്നൊന്നും പറയുന്നത് ശരിയല്ല. അതൊക്കെ നിയമവിരുദ്ധമാണ്. ഒരു രജിസ്റ്ററും പോയിട്ട് പരിശോധിക്കാൻ ഒരു റിപ്പോർട്ടർക്കും അധികാരമില്ല. തദ്ദേശ വകുപ്പിലെ ജീവനക്കാരിൽ നല്ലൊരു വിഭാഗം ഫീൽഡിൽ പോകേണ്ടവരാണ്. നികുതി പിരിക്കാൻ പോകേണ്ടവർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഫീൽഡിൽ ജോലി ചെയ്യേണ്ടതാണ്. അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നൊക്കെ പറഞ്ഞാൽ ഫീൽഡിൽ പോയിട്ട് പ്രവർത്തിക്കേണ്ടവരാണ്. അപ്പോൾ അവർ കസേരയിൽ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അവർ കസേരയിൽ തന്നെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരവരുടെ ജോലി ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. എന്താണോ അവരുടെ യഥാർത്ഥ ജോലി അത് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അത് മനസ്സിലാക്കാതെയാണ് കസേരയിൽ ആളുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് ഈ പരാതി ഉന്നയിക്കുന്നത്. അപ്പോൾ ഞാൻ ആ കണക്കുകൾ പരിശോധിച്ചു. ഇന്ന് നിങ്ങൾ പോയ എല്ലാ സ്ഥലത്തും കൂടി 134 ജീവനക്കാരുണ്ട്. ആ 134 ജീവനക്കാരിൽ 114 പേർ ജോലിക്ക് ഇന്ന് ഹാജരായിട്ടുണ്ട്. 20 പേർ ലീവാണ്. അനധികൃതമായി സമയത്ത് ഹാജരാകാത്ത ആരുമില്ല. 108 പേരും രാവിലെ 10 മണിക്ക് മുമ്പ് ജോലിക്ക് ഹാജരായിട്ടുണ്ട്. 6 പേർ ഫീൽഡിലാണ്, ബാക്കി 20 പേർ ലീവിലാണ്. അല്ലാത്ത ആളുകൾ ഉണ്ടാവാം ചിലയിടത്തൊക്കെ. അത്തരക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കും. പല ജില്ലകളിലും ഒരു പഞ്ചായത്തിൽ കണ്ടു, നമ്മൾ മാധ്യമപ്രവർത്തകർ പുറത്തുണ്ട് എന്ന് അറിഞ്ഞിട്ടും വൈകി വന്ന പല ജീവനക്കാരും ബാക്കിലൂടെ അല്ലെങ്കിൽ പുറകുവശത്തുകൂടെ കയറിയ ഒരു സംഭവം നടക്കുന്നുണ്ട്. പല പഞ്ചായത്തെന്ന് പറഞ്ഞാൽ പറ്റില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ പരിശോധിക്കാം, അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കാം. പക്ഷേ ജോലി ചെയ്യാത്ത കൂട്ടർ എല്ലാ രംഗത്തും ഉണ്ടാവും. അത് മാധ്യമ മേഖലയിലും ഉണ്ടാവും, എല്ലാ രംഗത്തും ഉണ്ടാവും. അത്തരം ആളുകളുടെ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങളും അത് ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ ഞങ്ങൾ അക്കാര്യത്തിലൊക്കെ പരിശോധനയും നടപടിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഞായറാഴ്ച അവധി ഒഴിവാക്കി ജോലിക്ക് വന്ന് അതിനിടയിൽ ഒരു റീല് ചിത്രീകരിച്ചതിൻ്റെ പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വേട്ടയാടലിനിരയായാലോ ജീവനക്കാർ, അതുപോലെ ആത്മാർത്ഥമായിട്ട് സമയത്ത് എത്തുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നവരെ കൂടി മോശക്കാരാക്കുന്ന തരത്തിലാവരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ.